നമ്മുടെ പേരൻസും ഫ്രണ്ട്സും ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത് വ്യത്യസ്തങ്ങളായ രീതിയിലായിരിക്കും. കാരണം ഇവരെല്ലാം വ്യത്യസ്തങ്ങളായ ജനറേഷനിൽ പെട്ടവരാണ്. ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കുറേ ആളുകളുടെ ഒരു കൂട്ടമാണ്, ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ. ജനറേഷൻസിനെ തരംതിരിക്കുന്നത് ഒരു പ്രത്യേക സംക്രമം വെച്ചല്ല, മറിച്ച് ആ സമയത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കലൊക്കെ ആയിട്ടുള്ള മാറ്റങ്ങൾ അനുസരിച്ചാണ്. ജനറേഷൻസ് സാധാരണ രീതിയിൽ നമുക്ക് എട്ടായി തിരിക്കാം. ലോസ്റ്റ് ജനറേഷൻ മുതൽ ജെൻ ആൽഫ വരെ, അതായത് ഏകദേശം 1883 മുതൽ ഈ കാലഘട്ടം 2025 വരെ. എന്തുകൊണ്ട് 1883 മുന്നേ ഉള്ള ജനറേഷനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് നമുക്ക് കൃത്യമായ ഒരു ഡേറ്റ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റോ ഡെത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 1990 ശേഷമാണ് ജനറേഷൻസിനെ ഇങ്ങനെ വേർതിരിച്ച് പഠനങ്ങൾക്ക് ആരംഭിച്ചത്. ഇതിന് തുടക്കം കുറിച്ചത് നീൽ ഹോവയും വില്യം സ്ട്രോസും 1991 എഴുതിയ അവരുടെ ജനറേഷൻസ് എന്ന ബുക്കിലൂടെയാണ്. എന്നാൽ പിന്നീട് 1928 സോഷ്യോളജിസ്റ്റ് ആയിരുന്ന കാൾ മാൻഹംസ് ദ പ്രോബ്ലം ഓഫ് ജനറേഷൻസ് എന്ന ബുക്കിലൂടെ ഈ ജനറേഷൻസിലെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചത്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ജനറേഷൻസിനെ കൂടുതൽ കൃത്യം മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് ജനറേഷൻസിൻ്റെ ഡെഫിനിഷനും ഒക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ജനറേഷൻസിന് പേര് നൽകുന്നതിന് പ്രത്യേകിച്ച് അതോറിറ്റി ഒന്നുമില്ല. ഇങ്ങനെ പേര് നൽകാൻ ആരംഭിച്ചത് ഏകദേശം 20ാം നൂറ്റാണ്ടോടെയാണ്. ഇങ്ങനെ ജനറേഷൻസിന് പേര് നൽകുന്നത് പ്രധാനമായിട്ടും സോഷ്യോളജിസ്റ്റുകളും മാർക്കറ്റേഴ്സും മീഡിയയും ഒക്കെയാണ്. എന്തിനാണ് ജനറേഷൻസ് ഇങ്ങനെ തരംതിരിക്കുന്നത്? കാരണം അവർ ഒരേ സമയം കണ്ട് ശീലിച്ച സിനിമകൾ, അവർ ഒരേ സമയം കേട്ടു വളർന്ന പാട്ടുകൾ, അവരുടെ കാലത്തുണ്ടായ ലോകത്തിലുണ്ടായ സംഭവവികാസങ്ങൾ, അവരുടെ കാലത്തുണ്ടായ ടെക്നോളജി, അവർ ഒരേ സമയം നേരിട്ട പ്രശ്നങ്ങൾ, ഇവയെല്ലാം അവരുടെ സംസാരത്തെയും അവരുടെ ചിന്തകളെയും അവരുടെ ക്രയവിക്രയങ്ങളെ പോലും ബാധിച്ചിരുന്നു. ഇങ്ങനെ ജനറേഷൻസിനെ തരംതിരിഞ്ഞതോടെ ആ സമയത്തുണ്ടായിരുന്ന ട്രെൻഡുകൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അതേപോലെ തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരെല്ലാം തന്നെ ഒരേപോലെ ആക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ തരംതിരിക്കുന്നതിലൂടെ ലോകം എങ്ങനെ മാറി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നമുക്ക് വ്യത്യസ്തങ്ങളായ ആ 8 ജനറേഷൻ നോക്കാം. ഒന്നാമത്തേത് ദ ലോസ്റ്റ് ജനറേഷൻ. 1883 മുതൽ 1900 വരെയുള്ള വർഷങ്ങളിൽ ജനിച്ചവരാണ് ഇവരെല്ലാം. ഇവരുടെ വയസ്സ് ഇപ്പോൾ ഏകദേശം 125 മുതൽ 142 വരെ കാണും. അതുകൊണ്ട് ഒട്ടുമിക്ക പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്തുകൊണ്ടാണ് ഈ ജനറേഷനെ ലോസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഏകദേശം 1ാം ലോക മഹായുദ്ധ കാലത്ത് പ്രായപൂർത്തിയായവരാണ് ഇവർ ഒട്ടുമിക്ക പേര്. ഏകദേശം 1914 മുതൽ 1918 വരെ ആയിരുന്നു 1ാം ലോക മഹായുദ്ധം. ഈ 1ാം ലോക മഹായുദ്ധത്തിൽ കോടിക്കണക്കിന് ഈ ജനറേഷൻപ്പെട്ടുള്ള ആൾക്കാർ മരണമടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ലോസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് ജനിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട എഴുത്തുകാരായിരുന്നു ഏണസ്റ്റ് ഹെമിംഗ്വേയും T.S. എലിയോട്ടും ഒക്കെ. ദ ലോസ്റ്റ് ജനറേഷൻ്റെ സ്വഭാവ സവിശേഷത നോക്കിയാൽ ഇവർ വ്യവസായ വിപ്ലവത്തിൽ തുടക്കകാലത്ത് ജീവിച്ചിരുന്നവരാണ്. അതേപോലെ ഇവർ പല കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ തയ്യാറായി. അതേപോലെ തന്നെ ഇവർ അതോറിറ്റികൾക്കെല്ലാം എപ്പോഴും റിബലായിട്ട് നിന്നിരുന്നു. ഇവർ പലതിനെയും സംശയദൃഷ്ടി മാത്രം നോക്കേണ്ടിരുന്നു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ജീവിച്ചിരുന്നു. രണ്ടാമത്തെയാണ് ദ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. ഏകദേശം 1901 മുതൽ 1927 വരെ ജനിച്ചവരാണ്. ഇപ്പോൾ അവരുടെ പ്രായം 98 മുതൽ 127 വരെ വരും. ഏകദേശം 2ാം ലോക മഹായുദ്ധ കാലത്ത് പ്രായപൂർത്തിയവരാണ് ഒട്ടുമിക്ക പേര്. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെയായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ ജനറേഷനിൽപ്പെട്ടവർ മിലിറ്ററിയിലും ഫാക്ടറീസ് വർക്ക് ചെയ്തു. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ഇവർ സൊസൈറ്റി ആയാലും എക്കണോമി ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും അതേപോലെ ഡെമോക്രസിയിലും ഗ്ലോബൽ സ്റ്റെബിലിറ്റിയിലുമൊക്കെ നെടുന്തൂണായത് ഈ ജനറേഷനിൽപ്പെട്ടവരായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ്റെ സ്വഭാവ സവിശേഷത നോക്കിയാൽ ഇവർ വളരെയധികം ദേശസ്നേഹികളായിരുന്നു, കഠിനാധ്വാനികളായിരുന്നു, അച്ചടക്കമുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരുന്നു. മൂന്നാമത്തത് ദ സൈലന്റ് ജനറേഷൻ. 1928 മുതൽ 1945 ഇടയിൽ ജനിച്ചവരാണ് ഇവർ. ഇപ്പോൾ അവരുടെ പ്രായം ഏകദേശം 80 മുതൽ 97 വരെ വരും. എന്തുകൊണ്ട് ഇവരെ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നു? 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പരാജയങ്ങൾക്കിടയിൽ വളർന്നവരാണ് ഇവർ. അതേപോലെ തന്നെ ഇവരൊട്ടുമിക്ക പേരും മിതഭാഷികളും ക്ഷമയുള്ളവരും ആയിരുന്നു.
മാർട്ടിൻ ലൂതർ കിങ്ങും വാറൻ ബഫറ്റും ഒക്കെ ഈ ജനറേഷൻപ്പെട്ടവരാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സിവിൽ റൈറ്റ് ലീഡേഴ്സും അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകളും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് സൈലൻറ്റ് ജനറേഷൻ്റെ സ്വഭാവ സൂക്ഷിച്ച് നോക്കിയാൽ ഇവർ വളരെയധികം കഠിനാധ്വാനികളായിരുന്നു. അതേപോലെ തന്നെ അതോറിറ്റിയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരുന്നു. ഫാമിലി വാല്യൂസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. ഇനി നാലാമത്താണ് ബേബി ബൂമേഴ്സ്. 1946-നും 1964-നും ഇടയിൽ ജനിച്ചവരാണ്. അതേപോലെ തന്നെ ഇവരുടെ പ്രായം ഇപ്പോൾ ഏകദേശം 61 മുതൽ 79 വരെക്കാണ്. എന്തുകൊണ്ട് ഇവരെ ബേബി ബൂമേഴ്സ് വിളിക്കുന്നു? ഏകദേശം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവരുടെ കാലഘട്ടത്തിലാണ് വളരെയധികം ജനനനിരക്കുണ്ടായത്. ഇതിൻ്റെ പ്രധാന കാരണം പല ആളുകളും മിലിറ്ററിയിൽ നിന്നും തിരിച്ച് വീടുകളിലേക്ക് എത്തി. അതേപോലെ തന്നെ എക്കണോമിയൊക്കെ കുറച്ചൊക്കെ ഡെവലപ്പായി. ബേബി ബൂമേഴ്സിലെ ഒട്ടുമിക്ക പേരും ഇന്ന് റിട്ടയർമെൻറ്റ് ജീവിതത്തിലാണ്. ഇവർ ട്രഡീഷണൽ മീഡിയയുടെ ഏറ്റവും വലിയ കൺസ്യൂമേഴ്സാണ്. ട്രഡീഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, TV, റേഡിയോ എന്നിവയൊക്കെ. ഇവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റ് ഉണ്ടായി. അതേപോലെ സ്പേസ് രംഗത്ത് വളരെയധികം മാറ്റങ്ങളും സംഭവിച്ചു. ബേബി ബൂമേഴ്സിനെ ഒരുപാട് ആളുകൾ ലക്കിയസ്റ്റ് ജനറേഷൻ വിളിക്കുന്നുണ്ട്. കാരണം ഇവരുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കുറച്ചൊക്കെ അഫോർഡബിളായി, ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുകയുണ്ടായി. അതേപോലെ എക്കണോമിയൊക്കെ ബെറ്റർ ആവുകയുണ്ടായി. പക്ഷെ ഇതിനെല്ലാം പിന്നിൽ അവരുടെ കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും ഉണ്ടെന്ന് മാത്രം. അഞ്ചാമത്തെ ജനറേഷൻ എക്സ്. ഏകദേശം 1965 മുതൽ 1980 വരെ ജനിച്ചത്. അവരുടെ ഇപ്പോഴത്തെ പ്രായം ഏകദേശം 45 മുതൽ 60 വരെ. ജനറേഷൻ എക്സിലെ എക്സ് സിംബലൈസ് ചെയ്യുന്നത് അൺനോൺ ആണ്, അതായത് അറിയപ്പെടാത്തതാണ്. ഈ ജനറേഷനിലെ പൊതുവായ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ജനറേഷൻ എക്സ് എന്ന് പേരിട്ടത്. ബേബി ബൂമേഴ്സിൻ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ജനനനിരക്ക് ഉണ്ടായെങ്കിൽ ഇവരുടെ കാലഘട്ടത്തിൽ അത് കുറേ ഉണ്ടായത്. ഇത് പ്രധാന കാരണം പറയുന്നത് ഈ സമയത്ത് സ്ത്രീകൾ ഒരുപാട് ജോലിക്ക് പോവുകയും അതേപോലെ ഡൈവോഴ്സ് റേറ്റ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇവർ കൺവെൻഷണൽ മീഡിയയും ഇൻ്റർനെറ്റും ഒരേപോലെ വരുന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ജനറേഷനെ ബ്രിഡ്ജ് ജനറേഷൻ എന്നും വിളിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ട് ലോകം കണ്ടിട്ടുണ്ട്. ഒന്ന് ലൈൻ ഫോണുകളുടെയും അതേപോലെ കാസറ്റുകളുടെ ലോകവും, മറ്റൊന്ന് മൊബൈൽ ഫോണുകളുടെയും ഇൻ്റർനെറ്റിൻ്റെ ലോകവും. ഈ ജനറേഷൻ എക്സിൻ്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അതേപോലെ അഡാപ്റ്റബിൾ ആയിരുന്നു, അതേപോലെ തന്നെ അവരുടെ ജീവിതം ഇൻ്റർനെറ്റ് മുമ്പും ഇൻ്റർനെറ്റ് ശേഷവും അനുഭവിച്ചവരായിരുന്നു. അടുത്തായിട്ട് ജനറേഷൻ വൈ അല്ലെങ്കിൽ മില്ലേനിയൽ ജനറേഷൻ. ഏകദേശം 1981-നും 1996-നും ഇടയിൽ ജനിച്ചവർ. ഇപ്പോൾ അവരുടെ വയസ്സ് ഏകദേശം 29 മുതൽ 47 വരെക്കാണ്. എന്തുകൊണ്ട് ഇവരെ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനറേഷൻ എക്സിന് ശേഷമുള്ള അടുത്ത ജനറേഷൻ വൈ. എന്നാൽ എന്തുകൊണ്ട് ഇവരെ മില്ലേനിയൽ എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രായപൂർത്തിയാവുന്നത് ഏകദേശം 2000 ആണ്ടിലാണ്, അല്ലെങ്കിൽ ന്യൂ മില്ലേനിയത്തിലാണ്. കമ്പ്യൂട്ടറുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയ ഒക്കെ വളർച്ച കണ്ടു വളർന്നവരാണ്. ഇവരുടെ കാലത്താണ് അമേരിക്കയിൽ 9/11 ഉണ്ടാകുന്നത്, 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. ഈ ജനറേഷൻ ടെക്നോളജിയിൽ കംഫർട്ടബിൾ ആണ്. ഇവർ ഓൺലൈൻ പർച്ചേസ് നടത്താറുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ഓപ്പൺ മൈൻഡഡ് ആണ്. അതേപോലെ തന്നെ ഇവർ സോഷ്യലി വളരെയധികം കോൺഷ്യസ് ആണ് എന്ന് മാത്രമല്ല അനുഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ്. അതേപോലെ തന്നെ ഇവർ വർക്ക് ലൈഫ് ബാലൻസ് മുന്നേ ഉള്ള ജനറേഷൻ എക്സിനെക്കാളിലും ബൂമേഴ്സിനെക്കാട്ടിലും ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ്. അടുത്തത് 7ാമത്തെ ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ ജെൻസി അല്ലെങ്കിൽ സൂമേഴ്സ്. ഏകദേശം 1997-നും 2012-നും ഇടയിൽ ജനിച്ചവർ. ഇപ്പോൾ പ്രായം ഏകദേശം 13 മുതൽ 28 വരെ. ജനറേഷൻ എക്സ്, വൈ എന്നിവയ്ക്ക് ശേഷം ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ ജെൻസി. എന്തുകൊണ്ട് ഇവരെ സൂമേഴ്സ് എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ ക്ലാസ്സുകൾ പലതും COVID-19 കാലത്ത് സൂം മീറ്റിലായിരുന്നു അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിരുന്നു. ഇവർ പിറന്നു വീഴുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കാലത്തിലാണ്. ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയൻ്റെ ഒരു കാലത്ത്. ഇവർ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്, സോഷ്യലി അവെയറാണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഇവർ ക്ലൈമറ്റ് ചേഞ്ചിനും ഗ്ലോബൽ ഇഷ്യൂസിനും മെൻ്റൽ ഹെൽത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇവർ വളർന്നത് പോപ്പ് കൾച്ചറിൻ്റെ ആധിക്യത്തിലാണ്. ടിക്ടോക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഗെയിമിംഗ് കൾച്ചറിൻ്റെയും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസസിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ്. ഗ്ലോബലി നോക്കിയാൽ ഇവർ മൾട്ടി കൾച്ചറലായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവരാണ്, ഗ്ലോബലി കണക്റ്റഡ് ആണ്, ഗ്ലോബലി മൈൻഡഡ് ആണ്. ഈ ജനറേഷൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഇൻ്റർനെറ്റിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ഉള്ളവരാണ്, അതേപോലെ തന്നെ ഒരുപാട് സ്ലാങ്സ് ഉപയോഗിക്കുന്നവരാണ് കമ്മ്യൂണിക്കേഷൻ ഇടയിൽ. അടുത്ത 8ാമത്തെയും അവസാനത്തെയും ജനറേഷൻ ആൽഫ.
ഏകദേശം 2013 2020 ജനിച്ചവർ, ഇപ്പോൾ പ്രായം 0 മുതൽ 12 വരെ. എന്തുകൊണ്ട് ഇവരെ ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നു? ആൽഫ എന്ന് പറയുന്നത് ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ ലെറ്ററാണ്. ഇവർ ജനിച്ചു വീഴുന്നത് 21 നൂറ്റാണ്ടിലേക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവരെ ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഐപാഡിൻ്റെയും സ്മാർട്ട് സ്പീക്കറുകളുടെയും അഡ്വാൻസ് ടെക്നോളജി കാലത്ത് വളരുന്നവർ. ഇവരിപ്പോൾ കുട്ടികളാണ്, അതുകൊണ്ട് പ്രായപൂർത്തിയായവരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാൻ കഴിയില്ല. ഇനി ജനറേഷൻ ആൽഫയ്ക്ക് ശേഷം എന്താണ്? 2026 മുതൽ 2039 വരെ കാലഘട്ടത്തിൽ ജനറേഷൻ ബീറ്റ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിനുശേഷം ബീറ്റ. പക്ഷേ ഈ ജനറേഷന് കൂടുതൽ പേരും സ്ക്രീനുകൾക്ക് മുന്നിലായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതിന് ഗ്ലാസ് ജനറേഷൻ എന്നൊരു പേരുണ്ട്. AI അഡ്വാൻസ് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ AI ജനറേഷൻ എന്നൊരു പേരും ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ 2040 മുതൽ 54 വരെ പേരിട്ടിരിക്കുന്നത് ഇത് ജനറേഷൻ ഗാമ എന്നാണ്. ഇത് പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അവസാനമായി ഓരോ ജനറേഷനും വ്യത്യസ്തമാണ്. അവർക്ക് അവരുടേതായ വാല്യൂസും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. ഇവരെ പറ്റി പഠിക്കുന്നത് നമുക്ക് ഇവരെ പറ്റി കൂടുതൽ അടുത്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അത് വീട്ടിലായാലും ജോലിയിലായാലും ഓൺലൈനായാലും. ഒരു കാര്യം നമുക്ക് മറക്കാതിരിക്കാം, നമുക്ക് മുന്നേ നടന്ന തലമുറകളുടെ സ്വപ്നങ്ങളും കഠിനാധ്വാനങ്ങളും കഷ്ടപ്പാടും ഒക്കെയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾക്ക് കാരണം. തലമുറകൾ മാറാം, പക്ഷേ മനുഷ്യത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വേണം. നിങ്ങൾ ഇതിൽ ഏത് തലമുറപ്പെട്ടവരാണ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.